എല്ലാവർക്കും നമസ്തേ. ഇപ്പോൾ ഇടിഞ്ചക്കയുടെ ടൈമാണല്ലോ. ഇപ്പം നാട്ടിലൊക്കെ എല്ലാവർക്കും തയ്യാറാക്കി നോക്കാൻ പറ്റുന്ന ഒരു ഇടിഞ്ചക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഒരു ചെറിയ ഇടിഞ്ചക്കയാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. കാരണം വീഡിയോ ഒത്തിരി ലോങ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനി കട്ട് ചെയ്തിട്ട് വരാം. ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂഞ്ഞിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം പിഞ്ചല്ലേ, കറയുള്ളത് കൊണ്ട് വെള്ളത്തിൽ അല്പം ഉപ്പും മഞ്ഞളും കൂടി ചേർത്ത് അതിലേക്ക് കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇതിനി വെള്ളം മാറ്റി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീമറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് വെന്ത് സോഫ്റ്റ് ആയി കിട്ടണം. അടച്ചു വെച്ച് ആവി വന്ന ശേഷം ഒരു 5 മിനിറ്റ് മതിയാകും. അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഒരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് നിരത്തി വെക്കാം. ആവിയൊക്കെ ഒന്ന് മാറിക്കിട്ടണം. അച്ചാർ തയ്യാറാക്കാനായിട്ട് ചട്ടിയിലേക്ക് 1/4 കപ്പ് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. കടുകെണ്ണയും ഉപയോഗിക്കാം കേട്ടോ. വെളിച്ചെണ്ണയും വെജിറ്റബിൾ ഓയിലൊക്കെ ആകുമ്പോൾ കൂടുതൽ നാൾ നമുക്കിത് വെച്ചേക്കാൻ പറ്റത്തില്ല. എണ്ണ നന്നായിട്ട് ചൂടായി വന്നാൽ 1 ടേബിൾ സ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 1 ടീസ്പൂൺ മുഴുവൻ ഉലുവ, 4 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതാണ്, 5 പച്ചമുളക് ചോപ്പ് ചെയ്തത് ചേർക്കാം. എല്ലാം കൂടി ഒന്ന് ചുവക്കെ മൂത്ത് വരണം. 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ മഞ്ഞൾ. ഫ്ലെയിം ഒന്ന് ലോയിലേക്കാക്കാം. 1 ടീസ്പൂൺ കായം. എല്ലാം കൂടി ഒന്ന് മൂത്ത് വരട്ടെ. ഇനി ഇടിഞ്ചക്ക തണുത്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചക്ക എണ്ണയിൽ കിടന്ന് ഒന്ന് വരണ്ട് വരട്ടെ. അച്ചാറിന് ആവശ്യമായ ഉപ്പും ഇതിലേക്ക് ചേർക്കാം. 6-7 മിനിറ്റ് ഒന്ന് വഴറ്റണം. അതിലെ വെള്ളമയമൊക്കെ മാറിക്കിട്ടും. ഒന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ മുളക് പൊടി 3 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലിയും സാദാ മുളക് പൊടിയും പകുതിയാണ് കേട്ടോ, അതും കൂടി ചേർക്കാം. മുളക് പൊടിയും മൂപ്പത്തി കഴിഞ്ഞാൽ 1 നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി പിഴിഞ്ഞ് അരിച്ചതിലേക്ക് ചേർക്കാം. പുളിയും ഒരു പ്രിസർവേറ്റീവാണ് കേട്ടോ. എല്ലാം കൂടി മിക്സ് ആക്കാം. 1 ടീസ്പൂൺ ശർക്കര ചീകിയതും കൂടി ചേർക്കാം. പുളിയും വിനാഗിരിയും ഒക്കെ ചേർക്കുന്നത് കൊണ്ടാണ് ഫ്ലേവറൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് ശർക്കര ചേർത്തത്. ഫൈനലായിട്ട് 3 ടേബിൾ സ്പൂൺ ആപ്പിൾ സിഡർ വിനീഗറും കൂടി ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ ഉലുവായും 1 ടീസ്പൂൺ കായം വറുത്ത് പൊടിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഫ്ലേവറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എല്ലാം കറക്റ്റാണ്. അടച്ചു വെച്ച ശേഷം നന്നായി തണുത്തതിന് ശേഷം വേണം നമുക്കിത് കുപ്പിയിലാക്കി സൂക്ഷിക്കാൻ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. ചോറും തൈരും ഈ ഒരു അച്ചാർ നല്ലൊരു കോമ്പിനേഷനാണ്. ഇടിഞ്ചക്കയുടെ ഈ ഒരു സീസൺ തീരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ സ്വാദിഷ്ടമായ ഇടിഞ്ചക്ക അച്ചാർ നിങ്ങൾ തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഞങ്ങളെ അറിയിക്കണേ.